ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മൽക്ക ബീച്ചിലേക്കാണ്. ബഹ്റിൻ്റെ 4 ഭാഗവും വെള്ളമാണ്, അതുപോലെ തന്നെ ഇഷ്ടംമാതിരി ബീച്ചുകളും. എന്നാലും ഇതുപോലെ മുട്ടോളം വെള്ളത്തിൽ കടലിലേക്ക് ഇത്ര ദൂരം നടന്നു പോകുന്നൊരു ബീച്ച് എനിക്ക് തോന്നുന്നു മൽക്കയിൽ മാത്രമേ ഉള്ളൂ. ഫീസൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങാവുന്നൊരു പബ്ലിക് ബീച്ചാണിത്. ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ധൈര്യമായിട്ട് വെള്ളത്തിലിറങ്ങാം. മാത്രമല്ല നീന്തൽ പഠിക്കാനൊക്കെ വരുന്നവർക്ക് ഒരു പറ്റിയ സ്പോട്ടാണിത്. ചില ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കല്ലുകൾ എടുക്കണ്ടാവും, അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ തോന്നും. എല്ലായിടത്തും ഇല്ല, അപ്പോൾ നല്ല ഭാഗം നോക്കി ഇറങ്ങി. സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ പൊട്ടുപോലെ കാണുന്നില്ല, അതൊക്കെ ഓരോ ആളുകൾ നിൽക്കുന്നതാണ്. ആഴം കുറവായതുകൊണ്ട് നമുക്ക് അത്രയും ദൂരം വരെയൊക്കെ ധൈര്യമായിട്ട് നടന്നു പോകാം. മൽക്ക ബീച്ച് കാണാൻ വരുമ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനടുത്ത് പോകുന്ന 2 അടിപൊളി പ്ലേസ് കൂടിയുണ്ട്. ഒന്ന് യുണൈറ്റഡ് അക്വാകൾച്ചർ ഫാം എന്ന് പറഞ്ഞൊരു ഫിഷ് ഫാമും, പിന്നെ സുമതി വളവ് എന്ന് പറയുന്ന കർസക്കൻ ഫോറസ്റ്റും. യുണൈറ്റഡ് അക്വാകൾച്ചർ ഫിഷ് ഫാം എന്ന് പറയുന്നത് മൽക്കയിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ യാത്രാ ദൂരമുള്ളൊരു സ്ഥലമാണ്. മീനുകളെ വളർത്തുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഫാമാണത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കർസക്കൻ ഫോറസ്റ്റും ഒരുപാട് ആളുകളൊക്കെ വരുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. യൂട്യൂബിൽ കയറി അജ്മൽ സ്റ്റോറി ബുക്ക് എന്ന് അടിച്ച ചാനലിലേക്ക് കയറാം. അപ്പോൾ പോകുന്നതിന് മുന്നേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. ബീച്ചിൽ ഇറങ്ങുമ്പോൾ ഉപ്പുവെള്ളമൊക്കെ ദേഹത്തായിട്ട് തിരിച്ചു പോകുന്ന ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഷവറിനുള്ള സൗകര്യമുണ്ട്. ഉപ്പുവെള്ളമൊക്കെ നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയാൽ മതി. പിന്നെ ഈ ബീച്ചിൽ വേറെ എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പെഡൽ ബോട്ടുകളും പിന്നെ ഈ കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വഞ്ചിയും ഇവിടെ ഉണ്ട്. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, നമ്മുടെ കൂടുതലുള്ളവരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടുമിക്ക ബീച്ചെല്ലാം കാണുന്ന പോലെ കുതിര സവാരിയും കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റികളും പാർക്കും എല്ലാം ഉണ്ട് ഇവിടെ. ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകുന്നത് എന്തായാലും ഒരു രസമാണ്.